മൂവി ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു വലിയൊരു എഫേർട്ടാണിത്. അപ്പോൾ അത് ഇന്ന് ബിഗ് സ്ക്രീനിൽ കാണാൻ സാധിച്ചു. അപ്പോൾ അത് ഒരുപാട് സന്തോഷം. പിന്നെ ആ എഫേർട്ടെല്ലാം നമ്മൾ സിനിമ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട്, നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇനി ബാക്കിയുള്ളത് ഓഡിയൻസ് കണ്ട് ആണ് പറയേണ്ടത്. ഇതുവരെ കേട്ട റിവ്യൂസ് എല്ലാം വളരെ നല്ല റിവ്യൂസാണ്. അപ്പോൾ എല്ലാവരും വന്ന് കാണാത്തവരുണ്ടെങ്കിൽ സിനിമ വന്ന് കാണാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു. ഈ കാണുന്ന പ്രേക്ഷകരെ കുരുക്കിലേക്ക് കൊണ്ടുപോകും. ഇതിൽ നമ്മൾ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ പോകുന്നത് മൊത്തം ഇങ്ങനെ ഒരു ടൈ ആയിട്ടാണ്, അതൊരു കുരുക്കിലൂടെയാണ് പോകുന്നത്. അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്ന ആ സ്റ്റോറിയുടെ. കാരണം ഓരോ ടൈ അഴിക്കുമ്പോഴും വീണ്ടും വീണ്ടും കുരുക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് കുരുക്ക് എന്ന് പറയുന്ന മൂവി. ഒരുപാട് പുതുമുഖങ്ങളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി അതെ, എനിക്ക് തോന്നിയത് ഇതിൽ ഓരോ കുഞ്ഞു ക്യാരക്ടേഴ്സ് ചെയ്തേക്കുന്നത് പോലും വളരെ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ആഡ് ഓൺ ബെനിഫിറ്റ് ആണ്. പുതുമുഖങ്ങളാണെങ്കിൽ കൂടി ഒരുപാട് നന്നായിട്ട് ചെയ്ത ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. പേരെടുത്ത് പറയുന്നില്ല, പക്ഷേ നമ്മുടെ ഫസ്റ്റ് സിനിമയാണ്. ഉറപ്പായിട്ടും നമ്മൾ ആ ഡബിൻ്റെ സമയത്ത് മാത്രമേ ഈ സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാക്കിയുള്ള നമ്മൾ ഫുള്ളായിട്ട് ഇതിൻ്റെ സ്റ്റോറി ഫുള്ളായിട്ട് കാണുന്നത് ഇപ്പോഴാണ്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം നിങ്ങളിത് കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം. ഒരിക്കലും ബോറടിക്കില്ല എന്നുള്ളൊരു ഉറപ്പ് തരാൻ പറ്റും. അതാണ് നമ്മുടെ ഈ സിനിമയിൽ ഒരു കൊച്ചു സിനിമയുടെ വിജയം എന്ന് പറഞ്ഞാൽ. ആദ്യമായിട്ടല്ലേ സിനിമയിലായിട്ട്? അതെ, ആദ്യമായിട്ടാണ് റിലീസ് ആവുന്നത് തന്നെയാണ്. ആദ്യത്തെ സിനിമയാണത്. ഒരുപാട് സന്തോഷമുണ്ട്. സ്ക്രീനിൽ ചെറിയൊരു വേഷമാണെങ്കിലും മുഖം കാണുന്നത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ബ്രോ, ഞാൻ ഒരു ചെറിയ ഭാഗമായിട്ടുള്ളൊരു പടമാണ്. അപ്പോൾ ഞാൻ ഈ ഡബ് ചെയ്യുന്ന സമയത്ത് മാത്രമേ, എൻ്റെ ഡബ് ചെയ്യുന്ന പോർഷൻ മാത്രമേ പടം കണ്ടിട്ടുള്ളൂ. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഞാൻ പൂർണ്ണമായിട്ട് കണ്ടിട്ടില്ല. പ്രിവ്യൂ വെച്ച സമയത്ത് എനിക്ക് പോയി കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാനും ഫസ്റ്റ് ടൈമാണിത്. ഇപ്പോൾ ഈ റിലീസ് സമയത്താണ് ഞാൻ പൂർണ്ണമായിട്ട് കാണുന്നത്. എല്ലാ ട്വിസ്റ്റും കാര്യങ്ങളും എല്ലാം വർക്കൗട്ടായിട്ടുണ്ട്. നല്ല എൻഗേജിങ് ആയിട്ടുള്ള ഇരിക്കാൻ പറ്റി. എല്ലാവരും പടം കണ്ട എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പുതിയൊരു ടീം ആയതുകൊണ്ട്, ഒരു കുഞ്ഞു പടം ആയതുകൊണ്ട് തന്നെ ഈ പടം കണ്ടിറങ്ങുന്നവർ നല്ല നല്ല അഭിപ്രായം പറയുന്ന അനുസരിച്ചായിരിക്കും ഈ പടം ജനങ്ങളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് എല്ലാവരും വന്ന് കാണുക. ഒരിക്കലും ഇതൊരു മോശം പടമല്ല, നല്ല പടമാണ്. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. സിനിമ കുരുക്കാണ് ഞാൻ കണ്ടത്. കുരുക്ക് അടിപൊളിയായിരുന്നു. പിന്നെ ഇതിൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളത്, ഞാൻ ഇതിലൊരു ക്യാരക്ടർ റോൾ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം 3-4 സീൻസുണ്ട്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് മൂവി എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലും അല്ലാതെ പറഞ്ഞല്ലോ നല്ലൊരു മൂവി കണ്ട് എന്നുള്ള രീതിയിലാണെങ്കിലും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്. ഇനിയും സിനിമകളുടെ ഭാഗമാകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് സന്തോഷം. ശരിക്കും പറയുകയാണെങ്കിൽ പടത്തിൻ്റെ പേര് പോലെ തന്നെ ഓടി നടന്നുള്ള ഒരു കുരുക്കഴിപ്പ് ആണെന്ന് തന്നെ നമുക്ക് പറയാം. ശരിക്കും എൻ്റെ ഇത് രണ്ടാമത്തെ സിനിമയാണ്. ഞാൻ ഇതിനകത്തൊരു ചെറിയൊരു ക്യാരക്ടർ, ഞാൻ സുബിചാൻ്റെ തമ്മിലുള്ള കോമ്പോയാണ്. ശരിക്കും ഭയങ്കര സന്തോഷം. ഇതിൻ്റെ ഡയറക്ടറായിരുന്നാലും ഒരുപാട് വർഷത്തെ പാടുപെടലാണ്. ശരിക്കും ഇതിനകത്തുള്ള ക്രൂവിൽ തന്നെ എല്ലാവരും ഒരുപാട് വർഷത്തെ കഷ്ടപ്പാട് ഈ സിനിമയ്ക്കകത്ത് നല്ല രീതിയിൽ ഡീറ്റെയിലിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഹാഫ് വരെ വിചാരിക്കും ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾ തന്നെയാണോ ഇതിലെ പ്രതി എന്ന് വിചാരിക്കും. പക്ഷേ ഒന്നുമല്ല, ക്ലൈമാക്സിലാണ് എല്ലാ ചുരുളും ഒഴിയുന്നത്. ശരിക്കും പേര് പോലെ തന്നെ അഴിച്ചാലും മാറാത്തൊരു കിടിലം കുരുക്കാണ്. സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ